കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി ബാത്ത് ടബിൽ ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുകയാണ്. കയ്യിൽ തന്നെ ഒരു ലെറ്ററും ഉണ്ട്. അത് അവളുടെ ചേച്ചി എഴുതിയ ലെറ്ററാണ്. അവൾ ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുമ്പോഴായിരിക്കും ആരോ വന്ന് ഡോറിൽ മുട്ടുന്നത്. അത് അവളുടെ അച്ഛനാണ്. അവളോട് ഇറങ്ങി വരാനായിട്ട് പറയും. അവളും ഡ്രസ്സൊക്കെ ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവളോട് അച്ഛൻ കഴിക്കാനിരിക്കാനായിട്ട് പറയാണ്. അവളും ബ്രെഡ് എടുത്തോണ്ട് വന്ന് കഴിക്കാനായിട്ടിരിക്കും. അവളുടെ പേര് പറഞ്ഞില്ലല്ലോ. അവളുടെ പേര് എമിലി എന്നാണ്. എമിലിയാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. അവൾക്ക് രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുഡ് വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ട് അവളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. അച്ഛൻ അവളെ ഫിസിക്കലി ഹരാസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് എന്തോ നിലവിളി ശബ്ദം കേൾക്കുന്നത്. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. എമിലിനെ കൊണ്ടുപോകുന്നില്ല. എമിലി വീടിനുള്ളിൽ നിൽക്കുമ്പോൾ കുറെ അധികം നിലവിളിയും അലർച്ചയും എല്ലാം കേൾക്കാം. അവൾക്ക് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ അച്ഛൻ വീടിനുള്ളിലോട്ട് കയറി വരും. അച്ഛന്റെ ദേഹത്തെല്ലാം ബ്ലഡ് പറ്റിയിരിപ്പുണ്ട്. അതുമല്ല അച്ഛൻ അവളോട് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ലാന്ന്. അവള് പെട്ടെന്ന് തന്നെ എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാനായിട്ട് പോയി ഫ്രണ്ട് ഡോറ് തുറന്ന് അവിടെ നിന്ന് കാണുകയാണ് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. നോക്കുമ്പോൾ മനുഷ്യരെ തന്നെ കടിക്കാനായിട്ട് ഓടിക്കുന്നു. സോംബികളാണ്. അവൾ ഇത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴായിരിക്കും ഒരു സോംബി ലേഡി അവളുടെ അടുത്തോട്ട് ഓടി വരുന്നത്. അവള് പകച്ചു നിൽക്കുമ്പോൾ അച്ഛനാണ് വന്ന് അവളെ രക്ഷിച്ച് ഡോർ അങ്ങടക്കുന്നത്. അന്നേരമായിരിക്കും വീടിനുള്ളിൽ നിന്നൊരു സോംബിയുടെ ശബ്ദം കേൾക്കുന്നത്. അച്ഛൻ പതിയെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സോംബി നിപ്പുണ്ട്. ഈ സോംബി ആണെങ്കിൽ ഇവരെ ആക്രമിക്കാനായിട്ട് വരാണ്. പെട്ടെന്ന് തന്നെ അച്ഛൻ ചാടി വീഴും. ഈ ചാടി വീഴുന്ന നേരത്തെ ഇവർ രണ്ടുപേരും പിടിവലി നടത്തുന്നുണ്ട്. അങ്ങനെ പിടിവലി നടത്തുമ്പോൾ അച്ഛന്റെ കയ്യിൽ ആ സോംബി കടിക്കുകയാണ്. അച്ഛൻ വീടില്ല. അവിടെ കിടക്കുന്ന പൊട്ടിയ ഗ്ലാസിന്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഈ ഒരു സോംബിയുടെ കണ്ണിൽ കുത്തിയിറക്കി സോംബിനെ കൊന്നുകളയാണ്. സോംബിയുടെ തലയിൽ ആക്രമിച്ചാൽ പിന്നെ സോംബിക്ക് അനക്കം കാണില്ല. ഇത് കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ എമിലി വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടുകയാണ്. അച്ഛൻ അവളെ രക്ഷിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ എമിലി ഇത് കണ്ട് പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. അവളുടെ പിന്നാലെ തന്നെ ഒരു കൂട്ടം സോംബീസ് ഉണ്ട്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കാതെ ഓടുകയാണ്. അവൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന എന്തായാലും സോംബി അവളെ പിടിക്കും. അതുകൊണ്ട് തന്നെ അവൾ അവിടത്തെ ഒരു മതിൽ ചാടിയിട്ട് അപ്പുറത്തിറങ്ങുന്നുണ്ട്. അവളെ പിടിക്കാനായിട്ട് തന്നെ ആ മതിലിൽ ഒരു സോംബി വന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷേ ആ സോംബിനെ കൊണ്ട് കഴിയുന്നില്ല. അവൾ ആരും കാണാതെ തന്നെ ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അങ്ങോട്ട് രണ്ട് പയ്യന്മാർ വരുന്നുണ്ട്. അതിൽ നീല ഹുഡിയിട്ടവന്റെ പേര് കാർസൺ എന്നും അതുപോലെ മറ്റേ പയ്യന്റെ പേര് ക്രിസ് എന്നുമാണ്. ഇവര് മൂന്നുപേരും കൂടെ ഒന്നിക്കാനായിട്ട് തുടങ്ങും. ഒന്നിച്ച് പോരാടാനായിട്ട്, മീൻസ് സോംബിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ ഒരുമിച്ച് പോകുമ്പോഴായിരിക്കും ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് അതിൽ നിന്ന് ഒരു അമ്മയും മോളും അതുപോലെ മോനും ഇറങ്ങി വരുന്നത്. മോളുടെ പേര് ഗ്രേസ് എന്നും മോന്റെ പേര് ട്രേസ് എന്നുമാണ്. അമ്മയ്ക്ക് പേര് കൊടുക്കണ്ട. എന്തായാലും ഇവരെല്ലാരും ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇവർ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം അവർ ഒരു പട്ടാള ക്യാമ്പിന്റെ പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. എന്നാൽ കുറെ അധികം മനുഷ്യരുള്ളത് കൊണ്ട് തന്നെ അതിനുള്ളിലോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോവാണ്. അവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. അങ്ങനെ എല്ലാവരും കൂടെ പതിയെ പതിയെ നടന്നൊരു വീടിനുള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഒരുപാട് നേരം അവർ ആ തെരുവിൽ അലഞ്ഞു, ആ ഒരു സോംബിയൊന്നും അവർ ആക്രമിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ വീടിനുള്ളിൽ കയറിയിട്ട് വീടിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോയിരിക്കുന്നുണ്ട്. എന്നാൽ കാർസൺ ഉണ്ടല്ലോ, അവനിത് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കെല്ലാവർക്കും താഴെ ഇരുന്നാൽ മതി, അതാണ് സേഫ് എന്ന് പറയുമ്പോൾ അമ്മ കേൾക്കില്ല. മുകളിലാണ് സേഫ്, എനിക്ക് 2 മക്കളുണ്ട്, അവരെ ഞാൻ സേഫ് ആയിട്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് കാഴ്സണോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കാഴ്സണും അമ്മയായിട്ട് ചെറിയ രീതിയിൽ വഴക്കടക്കാണ്. അങ്ങനെ അന്നത്തെ രാത്രി കാഴ്സൺ അതുപോലെ തന്നെ എമിലി പിന്നെ ക്രിസ് ഇവര് മൂന്നുപേരും കൂടെ ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അതുപോലെ ഈ എമിലിക്ക് കുറച്ചധികം സങ്കടങ്ങളുണ്ട്. എമിലിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഈ ചേച്ചിനെയും എമിലിനെയും അച്ഛൻ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അത് സഹിക്കാൻ വയ്യാതെ ചേച്ചി വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ചേച്ചിക്ക് എമിലിയോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ എമിലിക്ക് പ്രായക്കുറവായതുകൊണ്ട് തന്നെ എമിലിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി ഉറപ്പായിട്ട് എമിലിനെയും കൊണ്ടുപോയനെ. അച്ഛൻ ഒരുപാട് ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ചേച്ചി വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. എമിലിക്ക് ആ വീട്ടിൽ നിൽക്കുന്നതെന്നും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. അവളെ അച്ഛൻ ഉപദ്രവിക്കാറുണ്ട്. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവള് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിണീക്കുകയാണ്. അപ്പോഴായിരിക്കും വീടിന്റെ താഴെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. വീട്ടിന്റെ ഉള്ളിൽ തന്നെ, പക്ഷേ താഴെയാന്നേ ഉള്ളൂ. എല്ലാരും കൂടെ പതി എന്താണെന്ന് അറിയാനായിട്ട് അവിടെ പോയി എത്തി നോക്കും. കാഴ്സൺ ഒരു ബാറ്റും എടുക്കുന്നുണ്ട്. ഒരു ബേസ് ബാറ്റും എടുത്തിട്ട് പതിയെ പതിയെ താഴോട്ടിറങ്ങി നടന്നു ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു സോംബി കാഴ്സൺ ആക്രമിക്കാനായിട്ട് വരികയാണ്. പക്ഷെ കാഴ്സൺ വിടത്തില്ല. അവന്റെ ഇരിക്കുന്ന ആ ബേസ് ബാറ്റ് എടുത്ത് ആ സോംബിനെ പലതവണയായിട്ട് തല്ലി അതിന്റെ തല പൊട്ടിച്ച് കളയാണ്. ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമില്ലെന്ന് കാഴ്സണും ബാക്കിയുള്ള ആൾക്കാർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പതിയെ പതിയെ ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോവാണ്. ഇവരിപ്പോ പോകാൻ പോകുന്നത് വലിയൊരു ഹൈസ്കൂളിലോട്ടാണ്. ഇവർ പഠിക്കുന്ന ആ സ്കൂളിൽ അത് ഇത്തിരി കൂടെ സേഫ് ആയിരിക്കും. കാരണം ആ സ്കൂളിന് ചുറ്റും കുറെ അധികം നെറ്റ് വേലികളുണ്ട്. ആ നെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സോംബിക്കൊന്നും അകത്തോട്ട് കയറി വരാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇവർ നടന്ന് ആ ഒരു സ്കൂളുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ സ്കൂളിനുള്ളിൽ കയറിയിട്ടില്ല. ഇപ്പൊ കാഴ്സൺ ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. എല്ലാരെയും ലീഡ് ചെയ്യുന്നത് അവനാണ്. അവൻ മുമ്പേ പോവാൻ നിൽക്കുമ്പോൾ ആ അമ്മ സമ്മതിക്കത്തില്ല. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റവും ഫ്രണ്ടിൽ കയറി ഓടും. അവരുടെ പിന്നാലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ചെല്ലും. എന്നാൽ ഈ അമ്മയ്ക്ക് അബദ്ധം പറ്റി. അമ്മ ഇറങ്ങി ഓടിയതും അമ്മയുടെ മുമ്പിലായിട്ട് കുറെ അധികം സോംബികൾ വന്ന് അങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പൊ ആ അമ്മയുടെ 2 മക്കളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് ജീവൻ കൊടുത്തേ പറ്റൂ. അമ്മ ബാക്കിയുള്ള ആൾക്കാരോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. അമ്മ എന്നിട്ട് സോംബിക്ക് ഇരയാവാണ്. എല്ലാ സോംബികളൂടെ വന്ന് അമ്മേനെ കടിച്ച് പറിച്ച് കൊന്നു കളയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ. അതിന്റെ ഇടയിലായിരിക്കും എമിലിനെ ഒരു സോംബി വന്ന്
ആക്രമിക്കുന്നത്. എല്ലാരും പേടിച്ച് പല വഴിക്ക് ഓടി പോകുന്നുണ്ട്. എന്നാൽ അതിലുള്ള ക്രിസ് ഇല്ലേ, ക്രിസിന് എമിലിയോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അവനൊരു ബേസ് ബാറ്റ് എടുത്തോണ്ട് വന്ന് ആ ഒരു സോംബിയുടെ തല നോക്കി ഒറ്റ അടിയാണ്. ആ അടിക്കുന്ന നേരത്തെ എമിലിയുടെ ദേഹത്തെല്ലാം ആ ഒരു സോംബിയുടെ ബ്ലഡ് ആവുന്നുണ്ട്, അവളുടെ മുഖത്തും ദേഹത്തും എല്ലാം. എന്നിട്ട് എല്ലാരും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങും. സ്കൂളിന് മുമ്പിൽ തന്നെ ഒരു നെറ്റ് ഉണ്ട്. ആ നെറ്റിൽ വലിഞ്ഞു കയറി എല്ലാരും താഴെ ഇറങ്ങും. ഈ നെറ്റിന് ഇപ്പുറത്തോട്ട് സോംബികൾക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്, അവിടെ നിന്ന് മുറുമുറുത്തോണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഇവരെല്ലാരും കൂടെ സ്കൂളിനുള്ളിൽ കയറി ഡോറെല്ലാം അടച്ച് സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. വേറെ കുറെ സാധനങ്ങളൊക്കെ പറക്കി ഡോറിന്റെ പിറകിലായിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും വിവരം അറിയിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു ഡിവൈസ് വേണം. ഒരു റേഡിയോ മതി. റേഡിയോ പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ട്. അങ്ങനെ അതെടുക്കാനായിട്ട് അവരെല്ലാരും കൂടെ പതിയെ പതിയെ പ്രിൻസിപ്പളിന്റെ റൂമിന്റെ അങ്ങോട്ട് പോകും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഏതോ ഒരു മനുഷ്യൻ അകത്തെടുത്ത് തലയിടിക്കുന്നത് പോലെ. കാർസൺ എല്ലാവരോടും കൂടെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പതിയെ പതിയെ ആ റൂമിലോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രിൻസിപ്പൾ സോംബിയായി മാറിയിട്ടുണ്ട്. കാർസൺ ഒന്നും നോക്കത്തില്ല. ആ ഒരു പ്രിൻസിപ്പളിനെ പലതവണയായിട്ട് അവന്റെ ഇരിക്കുന്ന ബേസ് ബാറ്റ് വെച്ച് അടിക്കും. അങ്ങനെ അടിച്ചടിച്ച് തല പൊട്ടിച്ച് കളയാണ്. അങ്ങനെ കൊന്നതിന് ശേഷം ആ ഒരു റേഡിയോ എടുത്തിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങി വരും. എന്തായാലും ഇവരെല്ലാം റേഡിയോ എടുത്തിട്ട് ഉടനടി കുറച്ചുകൂടെ ബലം കൂട്ടാനായിട്ട്, ഡോറുകൾക്ക് ബലം കൂട്ടാനായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ പറക്കാനായിട്ട് തുടങ്ങും. പറക്കിയ ഡോറിൽ വെക്കാനായിട്ട് തുടങ്ങും. എന്നാൽ എമിലി മാത്രം ആകെ വിഷമപ്പെട്ട ഒരു സൈഡിൽ മാറി നിന്ന് അവളുടെ ഫോൺ എടുത്ത് ചേച്ചിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. ചേച്ചിക്ക് മെസ്സേജ് ഇട്ട് നോക്കും. എന്നാൽ റിപ്ലൈ ഒന്നുമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എമിലിനെ കാണാനില്ല. അവരെല്ലാം പല സ്ഥലത്തായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ക്രിസ് ആണ് എമിലിനെ കണ്ടുപിടിക്കുന്നത്. എന്നാൽ എമിലി ക്രിസിനെ കണ്ടതും അവൾ പേടിച്ചിട്ട് അവളുടെ ഇരിക്കുന്ന ഫോൺ തെറിച്ചു പോകുന്നുണ്ട്. അവൾ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. ക്രിസ് അവളെ സമാധാനപ്പെടുത്തും. സിഗ്നൽ ഒന്നുമില്ല, നീ വിഷമപ്പെടണ്ട, ബാ നമുക്കിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വരും. അവിടെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട്. അതുപോലെ അവർ ആ റേഡിയോ എടുത്തിട്ട് പുറത്തോട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരത് ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് പുറത്തോട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. ഇതിന്റെ ഇടയിൽ തന്നെ എമിലി ബാത്റൂമിൽ പോയിട്ട് മുഖം കഴുകുന്നുണ്ട്. എന്നാൽ കഴുകിയിട്ടൊന്നും ബ്ലഡ് ഫുള്ളായിട്ട് പോകുന്നില്ല. അങ്ങനെ എല്ലാരും കൂടെ കുറെ നേരം ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. അന്നേരമായിരിക്കും ട്രേസ് ഇല്ലേ, ആ അമ്മയുടെ മോൻ, അവന് ദേഷ്യം വന്നിട്ട് നീയാണ് എന്റെ അമ്മേനെ കൊന്നേന്ന് പറഞ്ഞ് കാർസൺ അടിയാൻ തുടങ്ങുന്നത്. മറ്റൊന്നല്ല, കാർസൺ ആണ് മുമ്പിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അമ്മ കേറിപ്പോയ സമയത്ത് കാർസൺ അമ്മയോട് പറഞ്ഞില്ലല്ലോ ഇവിടെ നിക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ട്രേസ് കാർസനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നത്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു മാറ്റും. അതുമല്ല, കാർസനും വിട്ടുകൊടുക്കത്തില്ല, തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം എമിലി ആണെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ വയ്യാതെ പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അവൾ ഒന്നാമത് ട്രോമ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അവളുടെ അച്ഛൻ എന്നും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇത് കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അവൾ പുറത്ത് വന്ന് നിൽക്കും. ദേഹത്തെല്ലാം ഒരുപാട് ബ്ലഡ് ആണ്. അന്നേരമായിരിക്കും അങ്ങോട്ട് ഗ്രേസ് വരുന്നത്. നേരത്തെ അടി ഉണ്ടാക്കിയ പയ്യന്റെ പെങ്ങള്, അമ്മ മരിച്ചുപോയ ആ 2 മക്കളിലെ അതിലുള്ള ആ പെൺകുട്ടി. അവള് വന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് ഈ ഒരു എമിലിക്ക് കൊടുക്കാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്, നമുക്ക് കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എമിലിയെ വിളിച്ച് ഇവർ രണ്ടുപേരും കൂടെ ബാത്റൂമിൽ പോയി കുളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും വൃത്തിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഗ്രേസിന് എന്തായാലും അമ്മ മരിച്ചു പോയത് കൊണ്ട് തന്നെ നല്ല വിഷമം കാണുമല്ലോ. അതുകൊണ്ട് തന്നെ എമിലി ആണെങ്കിൽ അവളെ വന്ന് സമാധാനപ്പെടുത്തുകയാണ്. ഇതിനുശേഷം അവർ ആ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ആ ഡോറൊക്കെ സോംബികൾ തല്ലി തുറക്കാനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിലോട്ട് എമിലി ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ തല്ലി തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ തിരിച്ചു വരുമ്പോൾ സോംബികൾക്ക് തല്ലി തുറന്ന് കയറി വരാനായിട്ടൊന്നും പറ്റത്തില്ല. കാരണം അത്രയും സാധനങ്ങൾ പറക്കി വെച്ച് അവരതിനെ ഭയങ്കരമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും അത് കയറി വരത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരവിടെ ഇരിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഈ സോംബികൾ അവിടെ ഇട്ട് തള്ളുന്നത് കൊണ്ട് തന്നെ അവർ ശബ്ദം അവർക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. എമിലി ആണെങ്കിൽ പതിയെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്ന് മാറിയിട്ട് അവിടുത്തെ ഹാർഡ്വേയിൽ പോയി കിടന്നുറങ്ങും. അങ്ങോട്ട് ക്രിസ് എന്ന് പറയുന്ന ആ പയ്യനും വരുന്നുണ്ട്. ഇവൻ എമിലിയോട് ചെറിയൊരു ക്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളോട് കൂട്ടുകൂടാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ അവർ അവിടെ ഇരുന്ന് അവരുടെ രണ്ടുപേരുടെ സങ്കടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പോഴായിരിക്കും പെട്ടെന്നൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുക. വല്ലാത്ത രീതിയിൽ കുലുങ്ങുന്നുണ്ട്. എല്ലാരും കൂടെ എന്താണെന്ന് അറിയാനായിട്ട് ഫ്രണ്ട് ഡോറിന്റെ അവിടെ ചെല്ലും. അവരവിടെ നിന്ന് പതിയെ പുറത്തോട്ട് നോക്കുമ്പോഴായിരിക്കും അവിടെ എന്തോ വലിയൊരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. അതൊരു ഗ്യാസ് സ്റ്റേഷനാണ് പൊട്ടിത്തെറി ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സംഭവം നടന്നത് കൊണ്ട് തന്നെ ഈ സ്കൂളിന് ചുറ്റുമുള്ള സോംബികൾ എല്ലാരും കൂടെ ആ തീ പിടിച്ച സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഇവർക്ക് ഇത് കാണുമ്പോഴാണ് കുറച്ച് സമാധാനമാവുന്നത്. അങ്ങനെ എല്ലാരും കൂടെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വീണ്ടും വന്നിരിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ട്രേസിനാണെങ്കിൽ അവിടെ ഇരുന്ന് ബോറടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്കൂളെല്ലാം കൂടെ ഒന്ന് അന്വേഷിച്ച് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ എമിലി ഞാൻ വരുന്നെന്ന് പറയും. എന്നാൽ നീ ഉണ്ടെങ്കിൽ ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് ക്രിസ് കൂടെ അവളുടെ കൂടെ ചെല്ലും. ഇവർ മൂന്നുപേരും കൂടെ ആ സ്കൂളിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു റൂമിൽ അന്വേഷിക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഇവർക്കൊരു മദ്യക്കുപ്പി കിട്ടുന്നത്. അങ്ങനെ ആ മദ്യക്കുപ്പി എടുത്തിട്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവർക്കറിയില്ല അവർ നാളെ ജീവനോടെ കാണുകയില്ല എന്ന്. അങ്ങനെ ഇതെങ്കിലും കുടിച്ച് സന്തോഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവർ കുറച്ചൊക്കെ കുടിക്കുന്നത്. അന്ന് രാത്രി ഇവരെല്ലാരും കൂടെ കിടന്നുറങ്ങുകയാണ്. എമിലിയും കിടന്നുറങ്ങുന്നുണ്ട്. അന്നേരമായിരിക്കും അവളുടെ മുഖത്ത് ആരോ വന്ന് പതിയെ പിടിക്കുന്നത്. ഇവള് കണ്ണു തുറന്ന് ആരാന്ന് നോക്കുമ്പോഴായിരിക്കും മുമ്പിലായിട്ട് ഒരു സോംബി അങ്ങനെ നിൽക്കുന്നു. അതും വായിൽ നിന്ന് ചോരയൊക്കെ തുപ്പിയിട്ട്. പെട്ടെന്ന് തന്നെ അവള് സ്വപ്നത്തിൽ നിന്ന് കണ്ണു തുറക്കാണ്. അവിടെ അങ്ങനെ ഒരു രൂപമില്ല. അവൾ ആകെ പേടിച്ചിട്ട് പുറത്ത് വന്നിട്ട് പതിയെ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങും. അവിടെ തന്നെ വെള്ളം കുടിക്കുന്ന ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എന്നാൽ അവളെ നിരീക്ഷിച്ചുകൊണ്ട് പിന്നിലായിട്ട് ആരോ ഉണ്ട്. അത് അവൾക്ക് മനസ്സിലായിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു
രൂപം അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്തായാലും അത് സോംബിയല്ല, ബുദ്ധിയുള്ള മനുഷ്യരൂപം തന്നെയാണ്. അത് അവൾക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചു ഓടി വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് വിവരം പറയും. എല്ലാരും കൂടെ പതിയെ അത് ആരാണെന്ന് അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും ഓരോ സ്ഥലത്തായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അന്വേഷിച്ച് ഒരു അലമാര വന്ന് തുറക്കുമ്പോൾ അതിനകത്തൊരു മനുഷ്യൻ കിടക്കുന്നു. അയാളുടെ കയ്യിലായിട്ട് ഒരു തോക്കുണ്ട്. ഇവർ പെട്ടെന്ന് തന്നെ ആ തോക്ക് അയാളിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റാണ്. ഇനിയിപ്പോൾ ആ തോക്ക് വെച്ച് ഇയാൾ അവരെ ആക്രമിച്ചാലോ? എന്നാൽ ആ തോക്ക് എടുത്ത് മാറ്റിയതും ഇയാൾ ബോധത്തിലോട്ട് വരും. പക്ഷെ ഇയാൾ സോംബിയൊന്നുമല്ല, മനുഷ്യനാണ്. ഇവരെ പഠിപ്പിക്കുന്ന ഒരു സാറാണ്. എന്തായാലും ആ സാർ സോംബി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് സാറിനെ വിളിച്ചിരുത്തി ഫുഡും വെള്ളവും കൊടുക്കുകയാണ്. ഈ ഫുഡും വെള്ളം കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് മാറിപ്പോകും. എന്നാൽ എമിലി മാത്രം ഇയാളെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കാരണം അവൾക്ക് ഡൗട്ടാണ് ഇയാളെ. കഴിഞ്ഞ രാത്രി അവളുടെ മുഖത്ത് ആരോ വന്ന് പിടിച്ചില്ലേ? അത് അവൾക്ക് തോന്നിയതല്ല, ആരോ വന്ന് പിടിച്ചെന്നാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സംഭവം എന്ന്. പക്ഷെ ഇവൾ ആ സംശയത്തോടെ സാറിനെ നോക്കുമ്പോൾ സാർ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവള് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. സാറിനോട് കാര്യം പറയുന്നില്ല. സാറ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സാറിന് കുളിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്സൺ ആണ് സാറിനെ ബാത്റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു എമിലി ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കാര്യം പറയും. കഴിഞ്ഞ രാത്രി അയാൾ എന്റെ മുഖത്ത് വന്ന് പിടിച്ചു, എനിക്കറിയില്ല, അയാൾ എനിക്ക് സംശയമാണെന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും ചെറുതായിട്ട് വിശ്വസിക്കുന്നുണ്ട് എമിലിനെ. കട്ട് ചെയ്താൽ കാഴ്സനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവിടെ കാത്തു നിന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് സാർ ഇറങ്ങി വരുന്നില്ല. സാറേ എന്ന് വിളിച്ചിട്ട് അവ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇവനൊരു കാര്യം കണ്ട് ഞെട്ടാണ്. പെട്ടെന്ന് തന്നെ കാഴ്സൺ തിരിച്ച് അവരുടെ അടുത്തോട്ട് ഓടി വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് കാര്യം പറയും. മറ്റൊന്നുമല്ല, കാഴ്സൺ ആ സാറിന്റെ കയ്യിൽ ഒരു മുറിപ്പാട് കണ്ടു, ആരോ കടിച്ചതുപോലെ. ഇനിയിപ്പോ വല്ല സോംബിയും കടിച്ചതാണെങ്കിലോ? അതുകൊണ്ട് തന്നെ കാഴ്സൺ ഓടി വന്നിട്ട് തോക്ക് വാങ്ങുകയാണ്. ഇവരാ സാറിന്റെ നേരത്തെ തോക്ക് എടുത്ത് വെച്ചില്ലേ, ആ തോക്ക് കാഴ്സൺ വാങ്ങുകയാണ്. ഇനിയിപ്പോ സാർ അവരെ ആക്രമിക്കാനായിട്ട് വന്നാൽ, സോംബിയായിട്ട് ആക്രമിക്കാനായിട്ട് വന്നാൽ സാറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട്. എന്നാൽ അവര് സാറിനെ കൊല്ലണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും സാർ അകത്തോട്ട് കയറി വരുന്നത്. എന്നെ സോംബി കടിച്ചിട്ടില്ല, എനിക്ക് അസുഖമൊന്നും ഇല്ലെന്നാണ് സാറ് പറയുന്നത്. എന്നാൽ കാഴ്സൺ ആണെങ്കിൽ പേടിച്ചിട്ട് തോക്കെടുത്ത് സാറിന്റെ നേരെ ചൂണ്ടും. പക്ഷെ സാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ വിടത്തില്ല, ഓട്ടിച്ചിട്ട് സാറിനെ പിടിക്കും. ഈ പിടിക്കുന്ന നേരത്ത് തോക്കുള്ളവന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചു പോകും. അത് എമിലിയുടെയിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ക്രിസിന് ചെറിയ ബോധമുണ്ട് സോംബിനെ പറ്റിയൊക്കെ. അവനാണെങ്കിൽ സാറിന്റെ ദേഹത്ത് തൊട്ടു നോക്കും, സാറ് താഴെ വീണ് കിടക്കുന്ന നേരത്ത്. എന്നാൽ ദേഹം സാധാ നോർമൽ ടെമ്പറേച്ചർ ആണ്, സാറ് സോംബിയൊന്നും അല്ല. ബാക്കിയുള്ള ആൾക്കാർ സാറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് എമിലിയോട് പറയുമ്പോൾ ക്രിസ് മാത്രം പറയില്ല. ക്രിസ് പറയും, വേണ്ട, നമുക്ക് കുറച്ചുകൂടെ നോക്കിയിട്ട് കൊന്നാൽ മതിയെന്ന്. ക്രിസ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് സാറിനെ കൊല്ലുന്നില്ല. പക്ഷേ തോക്കും ചൂണ്ടി അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് സാറ് പേടിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പറയാണ്, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം, എന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ ഈ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോളാന്ന്. അതുകൊണ്ട് തന്നെ സാറിനെയും വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഫ്രണ്ട് ഡോറിന്റെ അവിടെ വരും സാറിനെ ഇറക്കി വിടാനായിട്ട്. സാറിനോട് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ സാറ് കരയുന്ന രീതിയിൽ പറയുന്നുണ്ട്, ഞാൻ ഇൻഫെക്റ്റഡ് അല്ല, എന്നെ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഈ സാറിന് പറ്റിയ കാര്യം പറയാണ്. ഈ സോംബി അറ്റാക്ക് നടന്ന സമയത്ത് സാറും ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം സ്കൂളാന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ സോംബികൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്കൂളിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു ചെറിയൊരു വഴി മാത്രമേ ഉള്ളായിരുന്നു, അതും ഇഴഞ്ഞു വേണം കയറി പോകാനായിട്ട്. അങ്ങനെ ഈ സാറാണ് ആദ്യം ആ ഒരു വഴിയിലൂടെ ഇഴഞ്ഞു കയറിയത്. എന്നാൽ പിന്നാലെ വന്ന് ഈ സാറിന്റെ കൂട്ടുകാരനെ സോംബികൾ ആക്രമിച്ചു. പക്ഷേ ഈ സാറ് വിട്ടുകൊടുത്തില്ല, ആ ഒരു കൂട്ടുകാരനെ കൂടെ അകത്തോട്ട് വലിച്ചിട്ടു. എന്നാൽ ആ കൂട്ടുകാരൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? എനിക്ക് അസുഖം ബാധിച്ചെങ്കിൽ നിനക്കും വരട്ടെന്ന് പറഞ്ഞിട്ട് ഈ സാറിന്റെ കയ്യിൽ ഒറ്റ കടിയാണ്. എന്നാൽ ഈ കടിച്ച സമയത്ത് കൂട്ടുകാരൻ സോംബി അല്ലായിരുന്നു. പക്ഷേ ഈ സാറ് കൂട്ടുകാരനെ വെറുതെ വിട്ടില്ല. അവിടെ കിടന്നൊരു ബേസ് ബാറ്റ് എടുത്ത് കൂട്ടുകാരനെ പല തവണയായിട്ട് തലക്കടിച്ച് കൊന്നു കളഞ്ഞു. സാറ് കൂട്ടുകാരനെ സഹായിക്കാൻ നോക്കിയിട്ട് കൂട്ടുകാരൻ മനഃപൂർവ്വം സാറിനെ സോംബിയാക്കാനായിട്ട് നോക്കിയതല്ലേ, സാറ് വിട്ടില്ല. ഈ ഒരു കാര്യം പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. പക്ഷെ സാറ് ഏത് വഴിയാണ് സ്കൂളിൽ കയറിയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ ആ ഒരു ബോഡിയും കിടപ്പുണ്ട്, ആ ഒരു റൂമിൽ പോയി നോക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ ആരും കേൾക്കില്ല. കാഴ്സൺ ആണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് സാറിനോട് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നത്. സാറ് വിഷമപ്പെട്ട് ഞാൻ പൊയ്ക്കോളാം, അതിനു മുമ്പ് എനിക്ക് ഈ ഡോറ് തുറന്നു തരാനായിട്ട് പറയുമ്പോൾ കാഴ്സൺ ആണെങ്കിൽ പതിയെ ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ സാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കാഴ്സന്റെ കൈ നോക്കി ഒറ്റ കടിയാണ്, കടിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ട്രേസ് ആണെങ്കിൽ തോക്കെടുത്ത് സാറിന് നേരെ ചൂണ്ടും. എന്നിട്ട് സാറിനോട് ഇറങ്ങിപ്പോകാനായിട്ട് പറയും. ഇവരങ്ങ് ഡോറ് കുറ്റിയിടാണ് സാറിനെ ഇറക്കി വിട്ടതിന് ശേഷം. അതിനുശേഷം കാഴ്സനോട് ട്രേസ് ഇറങ്ങിപ്പോകാനായിട്ട് പറയും. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല. സാർ ഒരു സോംബി ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവനെ കുറച്ച് നേരത്തേക്ക് ഐസൊലേഷനിൽ വെക്കാന്ന് പറയും. അങ്ങനെ കാഴ്സനെ കൊണ്ടുവന്ന ഒരു റൂമിൽ പൂട്ടിയിടുകയാണ്. അതുപോലെ തന്നെ അവന് കുറച്ച് ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നുണ്ട്. ആരാണ് കൊടുക്കുന്നത്? ഗ്രേസ് ആണ് കൊടുക്കുന്നത്, അതായത് ട്രേസിന്റെ സഹോദരി. എന്തായാലും കാഴ്സനെ പൂട്ടിയിട്ടതിന് ശേഷം ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്നാൽ എമിലിയും അതുപോലെ തന്നെ ക്രിസും ഒരുമിച്ചാണ് മാറിപ്പോകുന്നത്. അന്നേരം ഈ എമിലി ആണെങ്കിൽ ക്രിസിനോട് വന്ന് ചോദിക്കും, നീ എന്താണ് സാറിന്റെ കയ്യിൽ പിടിച്ചു നോക്കിയത്? സോംബി ആയാൽ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ സോംബി ആവുന്ന നേരത്ത് അയാളുടെ ബ്ലഡ് എല്ലാം നല്ല രീതിയിൽ തണുക്കും. ദേഹത്ത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ സോംബിയാണോ ഇല്ലയെന്ന്. അത് ക്രിസിന് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ക്രിസ് ഒരു കാര്യം പറയും. ക്രിസിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവന്റെ അച്ഛൻ ഒരു സോംബി ആയിട്ട് മാറി. അന്നേരം അവൻ അച്ഛനെ പിടിച്ചപ്പോൾ അച്ഛന്റെ ദേഹം എല്ലാം
അടുത്താണിരുന്നത്. ഈ അച്ഛനാണെങ്കിൽ കൂടെ തന്നെ ഉള്ള അമ്മേനെ ആക്രമിച്ചു. പക്ഷേ ക്രിസ് വിട്ടില്ല. അമ്മേനെ രക്ഷിക്കാനായിട്ട് ഒരു ബേസ് ബാറ്റ് എടുത്ത് അച്ഛനെ പലതവണയായിട്ട് തല്ലിയാണ് കൊന്നത്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ക്രിസ് അവിടെ നിന്ന് കരയാനായിട്ട് തുടങ്ങും. എമിലി അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതിനുശേഷം എമിലി കുറച്ച് ഫുഡ് എടുത്ത് കാഴ്സനെ കാണാനായിട്ട് പോവാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവളൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് ഈ കാഴ്സണും അതുപോലെ തന്നെ ഗ്രേസും റൊമാൻസ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു ആഗ്രഹം. അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു ഓടിയിട്ട് ക്രിസിന്റെ അടുത്ത് വരും. എന്നിട്ട് ക്രിസിനെയും വിളിച്ച് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് പതിയെ അവൻ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ നേരം കാഴ്സണും ഗ്രേസും കൂടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് സാറ് പറഞ്ഞ ആ റൂമിൽ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു. സാറിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അയാൾ അടിച്ച് ചിഹ്നം ഭിന്നമാക്കി അവിടെ ഇട്ടേക്കുന്നു. ഇത് കാണുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായിട്ട് ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ കാണാനായിട്ട് വരും. എന്നാൽ ട്രേസ് ആണെങ്കിൽ ഈ ഒരു കാഴ്സനെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കാണുമ്പോൾ ദേഷ്യപ്പെടുകയാണ്. പക്ഷേ ഗ്രേസ് ഒരു കാര്യം പറയും, എടാ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. അതിനർത്ഥം കാഴ്സൺ ഇൻഫെക്റ്റഡ് അല്ല, അതുപോലെ തന്നെ സാറും ഇൻഫെക്റ്റഡ് അല്ല. അതുകൊണ്ട് കാഴ്സൺ നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ട്രേസിന്റെ സഹോദരിയായിട്ടുള്ള ഗ്രേസ് പറയാണ്. എന്നാൽ അമ്മയെ കൊന്നത് കാഴ്സൺ ആണ്, എന്നിട്ട് നീ അവന്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഈ ട്രേസ് ഗ്രേസിനോട് ദേഷ്യപ്പെടും. ഈ വഴക്ക് നടക്കുമ്പോൾ എമിലിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എമിലി പതിയെ ആ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോവാണ്. എന്നാൽ അവൾ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ അവിടെ ആയിട്ടൊരു ബോഡി കിടപ്പുണ്ട്. അത് അവരുടെ സാറിന്റെയാണ്. അയാൾക്ക് അനക്കമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവള് ബാക്കിയുള്ള ആൾക്കാർ വിവരം അറിയിച്ചിട്ട് അവരെയും വിളിച്ച് അങ്ങോട്ട് വരും. അവർ വന്ന് നോക്കുമ്പോൾ സാർ അങ്ങനെ കിടക്കാണ്. എന്നാൽ ഈ ഗ്രേസ് ആണെങ്കിൽ സാറിനെ കണ്ടിട്ട് പാവം തോന്നിട്ട് സാറിന്റെ അടുത്തോട്ട് ചെല്ലും, സാറിനെ ശുശ്രൂഷിക്കാനായിട്ട്. ബാക്കിയുള്ള ആൾക്കാർ ഗ്രേസിനോട് പറയുന്നുണ്ട്, മാറി നിൽക്ക്, സാറിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, സാറിന്റെ ദേഹത്തെല്ലാം കടിയേറ്റിട്ടുണ്ടെന്ന്. ഇവര് നേരത്തെ ഇറക്കി വിട്ടതിന് ശേഷം ഈ സാറിന് സോംബിയിൽ നിന്ന് കടിയേറ്റിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രേസ് ഇതൊരു മനുഷ്യനാണ്, നമുക്ക് ഇയാളെ ശുശ്രൂഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഈ സാർ പെട്ടെന്ന് എണീറ്റിട്ട് ഗ്രേസിനെ കടിക്കാനായിട്ട് നോക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ പകച്ചു നിൽക്കുമ്പോൾ എമിലി ആണെങ്കിൽ ഓടി വന്ന് സാറിനെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കും. ഇതിന്റെ ഇടയിലായിരിക്കും ട്രേസ് തോക്കെടുത്ത് സഹോദരിനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നത്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ സോംബി തെറിച്ച് വീഴാണ്. എന്നാൽ അത് ചത്തിട്ടില്ല, വീണ്ടും ഉപദ്രവിക്കാനായിട്ട് വരികയാണ്. അന്നേരം തന്നെ കാഴ്സൺ ട്രേസിന്റെ തോക്ക് തട്ടിപ്പറിച്ചിട്ട് ആ ഒരു സോംബിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. സോംബി പടമായി. അപ്പോഴായിരിക്കും എമിലി എണീറ്റ് വരുന്നത്. എന്നാൽ എമിലി എണീക്കുമ്പോൾ അവളുടെ വയറ്റിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഗൺഷോട്ട് കയറിയതാണ്. ട്രേസ് ആണ് ഷൂട്ട് ചെയ്തത്. ആ സോംബിയെ കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ അവന്റെ സഹോദരിയുടെ വയറ്റിൽ തന്നെ ഉണ്ട കയറി. അവനാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് ഗ്രേസിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാഴ്സൺ അടുത്തോട്ട് വരാനായിട്ട് നിൽക്കുമ്പോൾ കാഴ്സന്റെ അടുത്തുകൂടെ ദേഷ്യപ്പെടുകയാണ്. നിങ്ങളൊക്കെ കാരണമാണ് എന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാരെയും മാറ്റി നിർത്തും. അവൻ അത്രയധികം ദേഷ്യമുണ്ട്. അങ്ങനെ ഗ്രേസ് ട്രേസിന്റെ കൈകളിൽ കിടന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. ഇതിനുശേഷം എല്ലാവരും കൂടെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അന്നേരമായിരിക്കും ട്രേസ് ബാസ്കറ്റ് ബോൾ കോർട്ടിലോട്ട് കയറി വരുന്നത്. അവൻ കയറി വരുമ്പോൾ എമിലി അവനെ സമാധാനപ്പെടുത്താനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവൻ ഇതൊന്നും കേൾക്കാതെ അവളെ വന്ന് തല്ലാനായിട്ട് തുടങ്ങും. അവളെ താഴെ തള്ളിയിട്ട് വയറ്റിലോട്ട് പലതവണയായിട്ട് ചവിട്ടും. ക്രിസും കാഴ്സണും കൂടെ വന്നിട്ടാണ് അവനെ പിടിച്ചു മാറ്റുന്നത്. ഈ നേരം കൊണ്ട് എമിലി പേടിച്ചിട്ടാണെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. അവള് പുറത്തോട്ടിറങ്ങി ഓടി വയറൊക്കെ വേദനിച്ച് വന്നിട്ട് അവിടെ പറക്കി വെച്ചേക്കുന്ന കസേരയൊക്കെ എടുത്ത് എറിയാണ്. ഡോറിൽ പറക്കി വെച്ചേക്കുന്ന കസേരയൊക്കെ. എന്നാൽ അവൾക്ക് മനസ്സ് മാറിയിട്ട് അവൾ തിരിഞ്ഞൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴായിരിക്കും അവളുടെ നിന്ന് നേരത്തെ കളഞ്ഞുപോയ ആ ഒരു ഫോൺ അവൾക്ക് കിട്ടുന്നത്. നേരത്തെ പേടിച്ചിട്ട് കയ്യിൽ നിന്ന് തെറിച്ചു പോയില്ലേ, ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അവളുടെ ചേച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നീ വീട്ടിൽ വാ, വീട്ടിൽ സോംബികളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അന്നേരമായിരിക്കും ക്രിസും അതുപോലെ കാഴ്സണും അങ്ങോട്ട് ഓടി വരുന്നത്. എമിലി ഈ മെസ്സേജ് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ അവന്മാർ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കും. കണക്ഷനൊക്കെ പോയിട്ട് ഒരുപാട് ദിവസമായി, ഇത് സോംബികൾ ആക്രമിക്കണതിന് മുമ്പ് നിന്റെ ചേച്ചി അയച്ച മെസ്സേജ് ആയിരിക്കുമെന്ന്. എന്നാൽ അവള് കേൾക്കത്തില്ല. നിനക്കൊന്നും വരാൻ വയ്യെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറയുമ്പോൾ കാഴ്സണും അതുപോലെ തന്നെ ക്രിസും അവളുടെ കൂടെ ചെല്ലാന്ന് പറയും. പിന്നീട് അവര് മൂന്നുപേരും കൂടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. എന്നാൽ ട്രേസ് ഇവരുടെ കൂടെ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവനെ വിളിക്കാനായിട്ട് എമിലിയാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവനോട് ക്ഷമ പറയും. നേരത്തെ ഈ ട്രേസ് അവളെ തല്ലി എന്തിനാണെന്നറിയാമോ? ഇവ ഷൂട്ട് ചെയ്ത നേരത്തെ എമിലി സഹോദരീനെ കയറി പിടിച്ചില്ലായിരുന്നോ ആ സോംബിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്? എവള് കാരണമാണ് ഗ്രേസിന്റെ ദേഹത്ത് ഷൂട്ട് ഏറ്റെന്നാണ് അവൻ പറഞ്ഞിട്ട് അവളെ തല്ലിയത്. പക്ഷെ ഇപ്പൊ അവൾ അവന്റെ അടുത്ത് ചെന്ന് ക്ഷമ പറയുമ്പോൾ അവനും തിരിച്ച് ക്ഷമ പറയാണ്. ഞാൻ നിന്നെ അറിയാതെ തല്ലിയതാണ്, എനിക്ക് അന്നേരത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് അവന്റെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്യാണ്. ഇത് കണ്ടിട്ട് അവൾ ഇല്ലാണ്ടായി അവിടെ അങ്ങ് നിന്ന് പോവാണ്. പിന്നീട് അവൾ ആ തോക്കും എടുത്ത് പുറത്തോട്ട് വന്ന് നിൽക്കുമ്പോഴായിരിക്കും ക്രിസും കാഴ്സണും അങ്ങോട്ട് ഓടി വരുന്നത്. അവർക്ക് മനസ്സിലായി അവരെന്താന്ന് ചോദിക്കുമ്പോൾ എമിലി കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവൻ സ്വന്തമായിട്ട് തന്നെ ആത്മഹത്യ ചെയ്തു എന്ന്. എന്തായാലും ഇവർക്ക് കളയാനായിട്ട് ഇനി സമയമില്ല. അതുകൊണ്ട് തന്നെ അവർ പതിയെ സ്കൂളിന്റെ പുറത്തോട്ട് ഇറങ്ങാണ്. ആ നെറ്റൊക്കെ ചാടിയിട്ട് ഇവർ നടന്നു പോകും. എന്നാൽ പോകുന്ന വഴിക്ക് തന്നെ കുറേയധികം സോംബികൾ റോഡിൽ കിടപ്പുണ്ട്. പക്ഷേ ഇവർ പോകുന്നതനുസരിച്ച് ആ സോംബികൾ എണീക്കാനായിട്ട് തുടങ്ങാണ്. ഒന്ന് രണ്ട് സോംബിനെയൊക്കെ അവർ ബേസ് ബാറ്റ് വെച്ച് അടിയുന്നുണ്ട്. പക്ഷെ ഇത്രയധികം സോംബികളെ ഇവർക്ക് നേരിടാൻ പറ്റില്ലല്ലോ. ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ഓടി ഒരു കാറിന്റെ അടുത്ത് വരെ. ആ കാറിലിട്ട് അടിക്കുമ്പോൾ അതിന്റെ അലാം ഓൺ ആവുകയാണ്. ആ അലാം കേട്ടതും വേറെ കുറെ സോംബികൾ ആ കാറിന് നേരെ ഓടി വരുമ്പോൾ ഇവർ ആ സ്ഥലത്ത് നിന്ന് ഓടി മാറി പോവാണ്. ബാക്കിയുള്ള സോംബികളൊക്കെ മണ്ടന്മാരായത് കൊണ്ട് തന്നെ ആ ഒരു കാറിന് നേരെ അങ്ങനെ
അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവരെ ആക്രമിക്കുന്നില്ല. അങ്ങനെ ഇവർ ഓടി ഓടി സേഫ് ആയിട്ടിരിക്കാനായിട്ടൊരു വീട് കുത്തി തുറക്കുന്നുണ്ട്. അത് കുത്തി തുറന്ന് അകത്ത് കയറുമ്പോൾ അത് നല്ല രീതിയിൽ അലാം കേൾക്കുകയാണ്. വീടിനുള്ളിലുള്ള അലാം അത് അവരെ അടിച്ച് നശിപ്പിച്ച് കളയും. അലാം നിർത്തുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും അകത്ത് വേറെ കുറച്ച് സോംബി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുക. ഇനി അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അകത്തും പുറത്തും സോംബീസ് ആണ്. കാർസൺ ഒരു കാര്യം പറയും, ഞാൻ ഈ സോംബികളുടെ ശ്രദ്ധ തിരിക്കാം, ആ നേരം കൊണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവൻ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ്, അത് നിലവിളിച്ചുകൊണ്ട്. ക്രിസും അതുപോലെ തന്നെ എമിലി പറയുന്നുണ്ട് വേണ്ട വേണ്ടാന്ന്. പക്ഷെ അവൻ കേൾക്കില്ല. എന്തായാലും എമിലിയും ക്രിസും കൂടെ ഓടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ എമിലിയുടെ വീടും ഉണ്ട്. എന്നാൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം റോഡിൽ മുഴുവൻ സോംബികളാണ്. ഇവര് സോംബിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സോംബി കാണാതെ ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കും. എന്നാൽ അങ്ങോട്ടൊരു സോംബി വരുന്നുണ്ട്. ഇവര് മിണ്ടാതെ പതിങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ തന്നെ ആ സോംബി തിരിച്ചറിഞ്ഞിട്ട് അവരെ ആക്രമിക്കും. എന്തായാലും അവർ കാത്തിരുന്ന് വൈകുന്നേരം ആവുന്നുണ്ട്. ആ സോംബികളൊന്നും അവരെ ആക്രമിച്ചിട്ടില്ല. സോംബിയൊന്നും ഇല്ലാന്ന് അവർ ഉറപ്പുവരുത്തിയതിനു ശേഷം പതിയെ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള എമിലിയുടെ വീട്ടിൽ പോകും. പക്ഷെ ഫ്രണ്ട് ഡോർ ചെന്ന് നോക്കുമ്പോൾ അത് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പതിയെ എമിലിയുടെ ബെഡ്റൂമിൽ കയറാന്ന് വിചാരിച്ചിട്ട് വീടിന്റെ ബാക്ക് വശത്ത് വരും. അവിടെ തന്നെ മുകളിലോട്ട് കയറിപ്പോയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതുവഴി ആദ്യം തന്നെ എമിലി കയറിപ്പോവും. പിന്നാലെ തന്നെ ക്രിസും കയറി ചെല്ലുകയാണ്. എന്തായാലും വീട്ടിൽ ചേച്ചി ഉണ്ടെന്നല്ലേ മെസ്സേജ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എമിലിയും ക്രിസും കൂടെ വീടിന്റെ പല ഭാഗത്തായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അന്വേഷിച്ച് എമിലി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയായിട്ട് ചേച്ചി ഇരിപ്പുണ്ട്. ചേച്ചിന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചേച്ചി എണീറ്റ് അവളുടെ അടുത്തോട്ട് ഓടി വരികയാണ്. എന്നാൽ അതൊരു സോംബിയാണ്. ഇവൾ ആക്രമിക്കാനായിട്ട് തുടങ്ങും. ഇവള് ചേച്ചി എന്നെ ഒന്ന് ചെയ്യലെന്ന് നിലവിളിക്കുമ്പോൾ ഇടയ്ക്ക് ഈ സോംബിക്ക് ബോധം വരുന്നുണ്ട്. പക്ഷെ അത് സോംബിയല്ലേ. അത് വീണ്ടും ആക്രമിക്കാനായിട്ട് തുടങ്ങും. എമിലിക്ക് യാതൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ഇരുന്ന് എന്തോ ഒരു കമ്പി ഉപയോഗിച്ച് ചേച്ചിയുടെ തലയ്ക്ക് തന്നെ കുത്തി അതിനെ കൊന്നു കളയാണ്. ആ ഒരു റൂമിൽ തന്നെ അച്ഛന്റെ ബോഡിയും കിടപ്പുണ്ട്. ഈ ചേച്ചി വീട്ടിൽ വന്നിട്ട് അനിയത്തിക്ക് മെസ്സേജ് ഇട്ടു. അതായത് എമിലിക്ക് മെസ്സേജ് ഇട്ടു, ഇവിടെ സേഫ് ആണ്, കുഴപ്പമില്ലാന്ന്. പിന്നീടാണ് അച്ഛൻ വന്ന് ചേച്ചീനെ ആക്രമിച്ചത്. അച്ഛൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും എമിലി ചേച്ചീനെ കൊന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ക്രിസ് അങ്ങോട്ട് വരുന്നത്. ക്രിസ് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താണ്. ഒരുപാട് വിഷമം കാണത്തില്ലേ, സ്വന്തം ചേച്ചീനെ അവള് തന്നെ കൊന്നു കളഞ്ഞില്ലേ. ഇതിനുശേഷം ഇവര് താഴെ വരികയാണ്. അവിടെ തന്നെ എമിലിയുടെ അച്ഛന്റെ കാറ് കിടപ്പുണ്ട്. അത് എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോയാൽ മതി. കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അത് അവർക്ക് റേഡിയോ വഴി കേൾക്കാനും സാധിക്കുന്നുണ്ട്, കാറിന്റെ റേഡിയോ വഴി. അപ്പൊ അവർ ആ ഒരു സ്ഥലത്തോട്ട് പോവാന്ന് തീരുമാനിച്ചിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അതുപോലെ കാഴ്സൺ എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവനെ സോംബി പിടിച്ചു കാണാം, അല്ലെങ്കിൽ പിടിച്ചു കാണത്തില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.